ഇസ്രായേലുമായി ഒരു ബന്ധങ്ങളും തുടരില്ല എന്ന തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ. നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കുന്നുവെന്നും തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേലുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ അവർ നിർത്തലാക്കിയിരുന്നു. തുർക്കി അംബാസഡറെ ഇസ്രായേലിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐസൺ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. ഐസൺ, എന്താണ് ഈ ഒരു പുതിയ നീക്കം? വീണ, തീർച്ചയായും ഈ നീക്കത്തിന് പിന്നിൽ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നതല്ലാതെ കൃത്യമായൊരു ഈ കാരണം നമുക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സൗദിയിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിമാനത്തിലിരുന്ന് മാധ്യമപ്രവർത്തകരോട്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളും നിർത്തിവെക്കുന്നത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ മെയ് മാസത്തിൽ ഇത്തരത്തിലുള്ള ട്രേഡ് റിലേഷനുകളെല്ലാം തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അംബാസഡറെ പിൻവലിച്ചിരുന്നു. എങ്കിലും ചില സംവിധാനങ്ങൾ അവിടെ അറ്റാഷകളുടെ എല്ലാം സാന്നിധ്യത്തിൽ അവിടെയുള്ള എംബസി പ്രവർത്തിക്കുകയും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ അടിയന്തരമായി നിർത്തിവെക്കുക, നയതന്ത്ര ബന്ധം നിർത്തിവെക്കുക എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ടർക്കി എത്തിയിരിക്കുന്നത്. അതായത് ഏത് സാഹചര്യമാണ് ഇതിന് പിന്നിലെന്നത് ഇനിയും കുറേ കൂടി വ്യക്തമായി പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു പ്രശ്നം. ഈ ടർക്കിയും ഇസ്രായേലും തമ്മിലുള്ള വിഷയം സ്വാഭാവികമായും പാലസ്തീനുമായുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും ഗാസയും തമ്മിലുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ ഹിസ്ബുള്ളയുടെ വിഷയങ്ങളുണ്ട്. നിരവധിയായ വിഷയങ്ങളിൽ പല നിലപാടുകൾ ഈ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കർശനമായൊരു നീക്കത്തിലേക്ക് ഈ രാജ്യം കടക്കുന്നു എന്ന ഒരു നിലപാട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ട്രംപ് ഇനി അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്രായേലിനൊപ്പമാണ് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ മറ്റ് ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഈ അടിയന്തരമായി ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും നമുക്കറിയാവുന്നതാണ്. മെയ് മാസത്തിൽ സ്വാഭാവികമായും വാണിജ്യ ബന്ധങ്ങൾ നിർത്തിവെച്ചിരുന്നു, അല്ലെങ്കിൽ കച്ചവട ബന്ധങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു. അതൊരു വലിയ വിഷയമായി തന്നെ വരികയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നയതന്ത്ര ബന്ധങ്ങളും പല അന്താരാഷ്ട്ര ധാരണകളുണ്ടായിരുന്നു. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ധാരണകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൻ്റെ ധാരണകൾ, അത്തരത്തിലുള്ള നിരവധിയായ ധാരണകൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നു. ഡിഫൻസുമായി ബന്ധപ്പെട്ട ചില സപ്ലൈസുമായുള്ള ധാരണകളും ഇസ്രായേലുമായി ഉണ്ടായിരുന്നു എന്നാണ് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നത്. ഇതെല്ലാം ഒറ്റയടിക്ക് നിർത്തിവെക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ തയ്യിബ് എർദോഗൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് അദ്ദേഹം വളരെ കൃത്യമായി ലോകത്തോട് പറയുകയും ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾക്കകം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.